to Tasty Food Blog. ഇന്ന് നമ്മുടെ റമദാൻ സ്പെഷ്യൽ വെറൈറ്റി ഡിഷാണ്. അതിനെന്ന് വെച്ചാൽ അലീസ. അറബിക് സ്റ്റൈലും അതും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഡിഷുമാണിത്. അറബികളും മലയാളികളും പല പല രാജ്യങ്ങളിൽ കുറെ ടെസ്റ്റ് ചെയ്യുന്ന നല്ല ടേസ്റ്റ് ആണ്. ഇതിനകത്ത് നോൺ വെജും വരും വെജും വരും. അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ആ ബെല്ലൊന്ന് അടിച്ച് പൊട്ടിച്ചിട്ട് നോട്ടിഫിക്കേഷൻ ആ ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. അപ്പം ബൈ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു അറബിക് ഡിഷ് തന്നെയാണ്. പക്ഷേ ഇത് വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അലീസ ഉണ്ടാക്കിയെടുക്കാം. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതുണ്ടാക്കാൻ അറിയാമായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചേരുവകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ ചിക്കൻ ബോൺലെസ് ആയിട്ട് എല്ലില്ലാതെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം ഞുറുക്ക് ഗോതമ്പ്, തീർത്തും പൊടിയായിട്ടുള്ള ഗോതമ്പ് എടുത്തപ്പോൾ വേകാൻ എളുപ്പമായിരിക്കും. അതിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പീസ് പട്ട, 5 പീസ് ഗ്രാമ്പു, കുറച്ച് ഒരു 1/2 സ്പൂൺ കുരുമുളക്, ഇത്രയും സാധനം. പിന്നെ 2 കഷ്ണം ഏലക്ക. ഇത്രയും സാധനം മാത്രം മതി അലീസിന്. പിന്നെ ഒലിവ് ഓയിലും. പാത്രത്തിൽ ഇട്ടത് ഉണ്ടാക്കുവാണെങ്കിൽ ഒരുപാട് നേരം പിടിക്കും വെന്ത് കിട്ടാൻ. അതുകൊണ്ട് കുക്കറിൽ ഉണ്ടാക്കുന്ന എളുപ്പം. ഞാൻ ഈ കുക്കറിനകത്തേക്ക് ഈ ഗോതമ്പും ചിക്കനും എല്ലാം ചേർത്ത് 20 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാലയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇത് വേവിക്കണം. ഇത് ടൈം സെറ്റ് ചെയ്ത് 20 മിനിറ്റ് ഒക്കെ ഈ കുക്കറിൽ വേകും. പക്ഷേ സിമ്മിലിട്ടേ വേവിക്കാവുള്ളൂ, അല്ലെ അടി കരിഞ്ഞു പോവേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റമദാൻ മാസം ആകുമ്പോൾ ഇത് നോമ്പ് തുറക്കൊക്കെ നല്ലതാണ് ഈ ഡിഷ്. ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഇനി ഇത് ഇളക്കിയിട്ട് ഉപ്പ് ഇട്ട് നല്ല വേവിച്ചെടുക്കണം. കുക്കറിലാണെങ്കിലും പാത്രത്തിലാണെങ്കിലും ഇത് വെക്കുന്ന സമയത്ത് വെന്ത് കഴിഞ്ഞാൽ തുറന്നു വെച്ച് വേവിക്കണം. സിമ്മിലെ തീ ഇടാവുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെ അടിക്ക് പിടിക്കും. 20 മിനിറ്റ് കുക്കറിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന അരീസ് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ പാകമായോ ഒന്ന് ഇളക്കി നോക്കട്ടെ, പാകമായോന്ന്. ഇപ്പം കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ വെന്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സി ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഞുറുക്ക് ഗോതമ്പ് നല്ല കൂത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതുപോലെ ചിക്കനും ഗോതമ്പിൻ്റെ എല്ലാം മിക്സ് ഇതുപോലെ ആയി കിട്ടിയത്. അങ്ങനെ ആയിട്ടില്ല എങ്കിൽ ഒറ്റ കറക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ ചേർക്കണം. ഒലിവ് ഓയിൽ ഇത് ചേർക്കുന്ന വെളിച്ചെണ്ണ ചേർക്കത്തേ ഇല്ല. ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നെയ്യ്, ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കുക. ഞാൻ സ്പാനിഷിൻ്റെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒലിവ് ഓയിൽ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് ഇതിലേക്ക് ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു ദമ്മ് പോലെ, അതിനുശേഷം തുറക്കണം. കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് കട്ടിയാവും. ഇത് ഇളക്കിയൊന്നും ഇനി കൊടുക്കരുത്. ഒരു 15 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കട്ടിയാവും. നമ്മളിപ്പോൾ കോരി സ്പൂൺ കൊണ്ട് എടുക്കാവുന്ന പോലെയുള്ള പാകത്തിലാവും. അപ്പം നമുക്ക് ഇനി ഒരു സേർവിങ് ഡിഷിലേക്ക് മാറ്റാം. അരീസ് ഇപ്പം ഞാൻ ഒരു സേർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3-4 ഒലീവൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ പഴയതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യണം, അതിൻ്റെ അടുത്ത് ബെല്ലൈക്കൺ ഒന്ന് ഞെക്കണം. എന്നാൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എയിംസ് കിച്ചൻ്റെ വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.